കേരള കോൺഗ്രസിന്റെ പാർലമെന്ററി കമ്മിറ്റി യോഗം അവസാനിച്ചു. 2 സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ നിന്ന് കേരള കോൺഗ്രസ് പിന്മാറി എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. കോട്ടയത്ത് തന്നെ കേരള കോൺഗ്രസ് മത്സരിക്കും. പി.ജെ. ജോസഫ് മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഇത് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനിക്കുമെന്നും സി.എഫ്. തോമസ് കോട്ടയത്ത് പറഞ്ഞു. കേരള കോൺഗ്രസ് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി യോഗമാണ് ഇപ്പോൾ നടന്നത്. ഈ സീറ്റ് വിഭജന ചർച്ച എറണാകുളത്ത് നടന്നപ്പോൾ ഞങ്ങൾ 2 സീറ്റ് നിർബന്ധമായി ആദ്യം മുതൽ ചോദിച്ചുകൊണ്ടായിരുന്നത്. കേരള കോൺഗ്രസ് പാർട്ടിക്ക് അതിന് അർഹതയുമുണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിൽ നടന്ന ചർച്ചയിൽ കോൺഗ്രസ് അവരുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. ഇന്നത്തെ സാഹചര്യത്തിൽ ലോക്സഭയിൽ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി എന്നുള്ള വലിയൊരു വിഷയമാവും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും. ആ ബുദ്ധിമുട്ട് പ്രത്യേക ഊന്നൽ നൽകിയവർ പറയുകയുണ്ടായി. ഏതായാലും ഞങ്ങളുടെ പാർലമെൻ്ററി പാർട്ടി യോഗം കൂടുന്നുണ്ട്, അത് കഴിഞ്ഞ് വിവരം അറിയിക്കാവുന്നതാണ് എന്ന് പറഞ്ഞത്. പി.ജെ. ജോസഫ് സ്റ്റിയറിംഗ് കമ്മിറ്റി പാർലമെന്ററി കമ്മിറ്റി യോഗം കഴിഞ്ഞതിന് ശേഷം ഇനി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗമാണ്. അഭ്യർത്ഥന പാർട്ടിക്ക് മുന്നിലുണ്ട്. ആ അഭ്യർത്ഥന പാർട്ടി പരിഗണിക്കും എന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയത്. നിലവിൽ പി.ജെ. ജോസഫ് മാധ്യമങ്ങളെ നേരത്തെ കണ്ടിരുന്നു. താൻ മത്സരിക്കുന്ന വിവരം പാർട്ടി ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് എന്നാണ് പി.ജെ. ജോസഫ് രാവിലെ പറഞ്ഞത്. പാർലമെന്ററി കമ്മിറ്റി മീറ്റിംഗ് അല്പസമയത്തിന് മുമ്പ് കഴിഞ്ഞു. കേരള കോൺഗ്രസ് 2 സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ നിന്ന് 1 സീറ്റിലേക്ക് മാറി നിൽക്കുന്നുവെന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദിൽജിത്ത് ഉണ്ട് കോട്ടയത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ദിൽജിത്ത്, നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് 2 സീറ്റിൽ മത്സരിക്കുക സാധ്യമല്ല. 1 സീറ്റിലേക്ക് കേരള കോൺഗ്രസ് തങ്ങളുടെ താല്പര്യം ചുരുക്കിയിരിക്കുന്നു. സി.എഫ്. തോമസ് ആണ് ഇത് മാധ്യമങ്ങളോട് പറഞ്ഞത്. ആ 1 സീറ്റ് കോട്ടയമായിരിക്കും എന്നുള്ള കാര്യവും ഉറപ്പായിരിക്കുന്നു. ഉറപ്പാകാത്ത കാര്യം ആ കോട്ടയത്ത് ആരും മത്സരിക്കുമെന്നുള്ളതാണ്. വിശദാംശങ്ങൾ അരുൺ, തീർച്ചയായും ഇന്നാണ് ആ പാർട്ടിക്ക് മുന്നിൽ പി.ജെ. ജോസഫ് ഔദ്യോഗികമായി മത്സരിക്കാനുള്ളൊരു മോഹം അറിയിച്ചിട്ടുള്ളത്. ഏതായാലും പി.ജെ. ജോസഫ് രാവിലെ യോഗസ്ഥലത്തേക്ക് പുറപ്പെടുമ്പോൾ തന്നെ ഇത്തരത്തിൽ മത്സരിക്കാനാണ് തൻ്റെ തീരുമാനമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പാർട്ടി സീറ്റ് നൽകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. ഇതിനുശേഷമാണ് പാലായിലേക്ക് യാത്ര തിരിച്ചത്. പാലായിൽ ഈ പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടി യോഗം ആരംഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പാലായിൽ കെ മാണിയുടെ വസതിയിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അദ്ദേഹം കെ മാണിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം മത്സരിക്കാൻ ഉറച്ച തീരുമാനം അദ്ദേഹത്തെ അറിയിച്ചത്. ഏതായാലും അദ്ദേഹം ഇത്തരത്തിൽ യോഗത്തിന് മുമ്പ് ഇത്തരത്തിലൊരു തീരുമാനം അറിയിച്ച സാഹചര്യത്തിൽ മറ്റ് എം.എൽ.എമാരും എല്ലാം സ്ഥലത്തേക്ക് എത്തി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ആരംഭിക്കുകയായിരുന്നു. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലും പാർലമെൻ്ററി പാർട്ടി യോഗം ആരംഭിക്കുകയായിരുന്നു. പാർലമെൻ്ററി പാർട്ടി യോഗത്തിലും ജോസഫ് തൻ്റെ നിലപാട് ആവർത്തിച്ചു. ഈ ഒരു സാഹചര്യത്തിൽ ഈ യോഗത്തിന് ശേഷം ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയിലും ഇക്കാര്യം പരിഗണിച്ച മറ്റ് നേതാക്കളുമായി കൂടി ആലോചിച്ച് സ്ഥാനാർത്ഥി നിർണ്ണയം നടത്താനുള്ളൊരു തീരുമാനത്തിലേക്കാണ് പാർട്ടി ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. സി.എഫ്. തോമസും അത്തരത്തിലൊരു സൂചനയാണ് നൽകിയത്. പുറത്തു വന്ന പി.ജെ. ജോസഫിനോട് സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ അപേക്ഷ പാർട്ടിക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. പാർട്ടി തീരുമാനമെടുക്കുമെന്നൊരു അറിയിപ്പാണ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും പി.ജെ. ജോസഫിൻ്റെ സ്ഥാനാർത്ഥിത്വം ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത് പ്രഖ്യാപിക്കുക മാത്രമാണ് വേണ്ടതെന്നാണ് ഇപ്പോൾ യോഗത്തിൽ പങ്കെടുത്ത് മടങ്ങുന്നവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോട്ടയത്ത് നിന്നുള്ള സുപ്രധാനമായ വിവരം, പി.ജെ. ജോസഫ് തന്നെയായിരിക്കും ഒരുപക്ഷെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കോട്ടയത്ത് നിന്ന് മത്സരിക്കുക എന്നുള്ളത്. സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് ശേഷം ഒരുപക്ഷെ ആ തീരുമാനമുണ്ടാവാൻ സാധ്യതയുണ്ട്. ദിൽജിത്ത്, നിലവിൽ പി.ജെ. ജോസഫ് മത്സരിക്കും എന്നുള്ളത് മാണി തന്നെയായിരിക്കും പറയുക എന്നാണ് ദിൽജിത്ത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. ദിൽജിത്തിലേക്ക് നമുക്ക് വരാം. ഈ തെരഞ്ഞെടുപ്പ് ബുള്ളറ്റിൻ്റെ അവസാനം സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ കൂടി വരാനുണ്ട്. 3 മണിക്ക് ശേഷം ഒരുപക്ഷെ ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെ കരുതുന്നു. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ആരായിരിക്കും ഇനി പി.ജെ. ജോസഫിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുക എന്നതാണ് എല്ലാവരും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത്. ഒരു ഘട്ടത്തിൽ പി.ജെ. ജോസഫ് മത്സരിക്കാനുള്ള തീരുമാനം നേരിട്ട് തന്നെ പാർട്ടി അറിയിച്ചിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതിൽ നിന്ന് നിലപാടിൽ നിന്നൊട്ടും പിന്നോട്ടില്ല പി.ജെ. ജോസഫ് എന്ന കാര്യം വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചേർന്ന പാർലമെന്ററി മീറ്റിംഗിൽ ഇത്തരത്തിൽ തത്വത്തിലൊരു തീരുമാനമായിട്ടുണ്ട് എന്ന സൂചനകൾ വരുന്നു. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം പി.ജെ. ജോസഫ് കോട്ടയത്ത് കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി UDF-ൽ നിന്ന് ജനവിധി തേടുന്ന പ്രഖ്യാപനം ഒരുപക്ഷെ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ഉണ്ടാവും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും. അതോടൊപ്പം തന്നെ ആന്ധ്ര, സിക്കിം, ഒഡീഷ, അരുണാചൽ പ്രദേശ് നിയമസഭകളിലേക്കുള്ള തീയതികളും പ്രഖ്യാപിച്ചേക്കും. വിശദാംശങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്ത് നിന്ന്. ആർ രാധാകൃഷ്ണൻ,
ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി തെരഞ്ഞെടുപ്പ് തീയതികളെക്കുറിച്ചുള്ള ധാരണയുണ്ടാവും. കഴിഞ്ഞ തവണ 9 ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇത്തവണ എത്ര ഘട്ടങ്ങളിലായി ചേരാനുള്ള സാധ്യതയുണ്ട്, ഫേസുകളുടെ എണ്ണം കുറയും എന്ന തരത്തിലുള്ള ചില സൂചനകൾ ഉണ്ടായിരുന്നു. നിലവിൽ നമുക്ക് എന്തെങ്കിലും സൂചനകൾ ലഭ്യമാവുന്നുണ്ടോ? ഏകദേശം ഏപ്രിൽ മാസം ഏതാഴ്ചയോടുകൂടി കേരളം തെരഞ്ഞെടുപ്പ് പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകും? ഘട്ടങ്ങളുടെ കാര്യത്തിൽ ആദ്യം തെരഞ്ഞെടുപ്പ് 7 കുറയ്ക്കുക എന്നുള്ള നിർദ്ദേശമായിരുന്നു ഇപ്പോൾ ഉള്ളത്. രാധാകൃഷ്ണൻ, ഇപ്പോൾ ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ട്. 9 ഘട്ടങ്ങളിലായി തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യത അത് 7 ആകുമോ 8 ആകുമോ എന്നതാണ് നാം ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ വർഷം 2014 കഴിഞ്ഞ 16ാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആരംഭിച്ചത് ഏപ്രിൽ മാസം 7-ാം തീയതിയായിരുന്നു. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില സൂചനകളിലേക്കും ഇതുവരെ നടന്ന തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങളും എന്നാണ് തിരഞ്ഞെടുപ്പിൻ്റെ ഡീറ്റെയിലിംഗിലേക്കും നമുക്കൊന്ന് പോകേണ്ടതുണ്ട്. 1999 മുതൽ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് പോയാൽ 99-ൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടക്കുന്നത് മെയ് മാസം 4-ാം തീയതിയാണ്. 2004 അത് നേരത്തെയായിരുന്നു, ഫെബ്രുവരി 29. 2009 ആകുമ്പോഴേക്കും അത് മാർച്ച് 2. 2014 മാർച്ച് 5-ാം തീയതിയാണ് പോൾ അനൗൺസ്മെന്റ് വരുന്നത്. ഇന്ന് മാർച്ച് ഈ 2014 അപേക്ഷിച്ച് 4 ദിവസങ്ങൾ കൂടി കഴിഞ്ഞിട്ടാണ് തിരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഉണ്ടാവുന്നത്. കഴിഞ്ഞ 99 മുതൽ 2019 വരെയുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പുകളുടെ പ്രഖ്യാപനം നോക്കിയാൽ 99-ലാണ് മെയ് മാസത്തിൽ ഏറ്റവും ചൂട് കൂടുതൽ നിൽക്കുന്ന സമയത്ത് പോൾ അനൗൺസ്മെന്റ് വരുന്നത്. 2014 മാർച്ച് ഇന്നത്തെ ദിവസം 5 മണിയോടുകൂടി പോൾ അനൗൺസ്മെന്റ് നടക്കും. നമ്പർ ഓഫ് ഫേസസ് 99-ൽ 2 ആയിരുന്നു എന്ന് ഓർമ്മിക്കണം. എന്നാൽ 99-ന് ശേഷം 20 വർഷങ്ങൾ കഴിയുമ്പോൾ ആ ഫേസ് ഇപ്പോൾ 9-ലെത്തി നിൽക്കുകയാണ്. ഇന്ന് വൈകുന്നേരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി 17-ാം ലോക്സഭ പ്രഖ്യാപിക്കുമ്പോൾ 2 ഫേസ് 99-ൽ നിന്ന് 9 ഫേസായി മാറുമോ? കഴിഞ്ഞ വർഷമാണ് ഇന്ത്യയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ഘട്ടമുണ്ടായിരുന്നത്. 9 ഘട്ടങ്ങളിലായിട്ടായിരുന്നു കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് നടന്നത്. എന്നാൽ ഇത്തവണ അത് 7 ആക്കി കുറയ്ക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം സൂക്ഷിക്കാനുള്ളത്. 99-ൽ 2, 2004-ൽ 4, 2009-ൽ 5 ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നതെങ്കിൽ 2014-ൽ 9 ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. പോളിംഗ് ഡേറ്റ് സെപ്റ്റംബറിൽ 1999-ൽ നടന്ന തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ ഏറ്റവും ശക്തമായ രീതിയിൽ തിരഞ്ഞെടുപ്പ്, ഏറ്റവും കൂടുതൽ വൈബ്രന്റ് ആയ രീതിയിൽ ഒരു തിരഞ്ഞെടുപ്പ്, അടൽ ബിഹാരി വാജ്പേയിയുടെ 5 വർഷത്തെ ഭരണം തുടങ്ങിയ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. 99-ലെ തിരഞ്ഞെടുപ്പ് തുടങ്ങിയത് സെപ്റ്റംബർ 5 മുതൽ ഒക്ടോബർ 3 വരെയാണ്. 2004-ൽ അത് ഏപ്രിൽ 20 മുതൽ മെയ് 10 വരെയായിരുന്നു. 2009-ൽ ഏപ്രിൽ 16 തുടങ്ങി മെയ് 13-ാം തീയതി അവസാനിച്ചു. 2014-ൽ ഏപ്രിൽ 7-ാം തീയതി തുടങ്ങി മെയ് 12-ാം തീയതി അവസാനിച്ചു. ഓർമ്മിക്കണം, മാർച്ച് മാസം 5-ാം തീയതിയാണ് അന്ന് പ്രഖ്യാപനമുണ്ടായത്. 4 ദിവസം കഴിഞ്ഞിട്ടാണ് 2019-ൽ നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് വൈകുന്നേരം ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു 5 ദിവസം മുന്നിലേക്ക് വെച്ചാൽ ഏപ്രിൽ 7 അല്ലെങ്കിൽ 12, ഏപ്രിൽ 7-നും ഏപ്രിൽ 12-നും ഇടയ്ക്ക് ആദ്യഘട്ട തിരഞ്ഞെടുപ്പിലേക്ക്, ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് ഷെഡ്യൂൾ ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. കഴിഞ്ഞ വർഷത്തെ തിരഞ്ഞെടുപ്പ് തീയതി നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പോളിംഗ് ഡേറ്റ് ഏപ്രിൽ 7 മുതൽ മെയ് 12 വരെയായിരുന്നു. കൗണ്ടിംഗ് ഓഫ് വോട്ട്സ് നടന്നത് കഴിഞ്ഞ വർഷം മെയ് 16-ാം തീയതിയാണ്. അങ്ങനെയാണെങ്കിൽ ഏപ്രിൽ 10-ാം തീയതി ഒരുപക്ഷെ ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ മെയ് 17 അല്ലെങ്കിൽ മെയ് 18 തീയതികളിൽ തിരഞ്ഞെടുപ്പ് ഔദ്യോഗിക ഫലപ്രഖ്യാപനം ഉണ്ടാവും. ജൂൺ മാസം 3-ാം തീയതിയാണ് ഈ ഔദ്യോഗികമായി 17-ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തീയതി തീരുന്നത്. 16-ാം ലോക്സഭയുടെ കാലാവധി അവസാനിക്കുക. അതുകൊണ്ട് തന്നെ ജൂൺ 3-ാം തീയതിക്ക് മുമ്പ് പുതിയ ലോക്സഭ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് മെയ് 16-ാം തീയതി കഴിഞ്ഞ ഒരു ദിവസം തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് കഴിഞ്ഞ തവണ 2014-ലെ തിരഞ്ഞെടുപ്പിൻ്റെ 9 ഘട്ടങ്ങളിലുണ്ട്. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകണം. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നമ്മളോടൊപ്പം തത്സമയം ചേരുന്നുണ്ടെങ്കിൽ, രാധാകൃഷ്ണൻ, നിലവിൽ കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞത് 2014-ൽ മാർച്ച് 5-ാം തീയതി പ്രഖ്യാപനം വരുന്നു. ഏപ്രിൽ 7-ാം തീയതി തിരഞ്ഞെടുപ്പ്, ആദ്യ പോളിംഗ് 2 സംസ്ഥാനങ്ങളിൽ 6 സീറ്റുകളിലേക്ക് നടക്കുന്നു. ഇത്തവണ ഇന്നാണ് പ്രഖ്യാപനം ഉണ്ടാവുന്നതെങ്കിൽ ഇതേ കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഏപ്രിൽ മാസം 10-ാം തീയതിയോ 12-ാം തീയതിയോ ലോക്സഭയുടെ ആദ്യ പോളിംഗിലേക്ക് നമ്മൾ പോകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? അരുൺ, അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ഏപ്രിൽ 9-ന് ശേഷം ആയിരിക്കും, ഏപ്രിൽ 9-നോ അതിനുശേഷമുള്ള 2 ദിവസങ്ങൾക്കുള്ളിലോ, അതായത് അരുൺ സൂചിപ്പിച്ചതുപോലെ 12-ന്
ഉള്ളിൽ ആയിരിക്കും ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുക എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതിന് അനുബന്ധമായിട്ടുള്ള ഒരു സമയക്രമമാണ് ഇന്ന് രാവിലെ ചേർന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമ്പൂർണ്ണ യോഗം അംഗീകരിച്ചതെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. കമ്മീഷനെ സംബന്ധിച്ച് ചില ഇത്തവണത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഘട്ടങ്ങളുടെ എണ്ണം കുറയ്ക്കുന്ന കാര്യത്തിൽ ചില നിർദ്ദേശങ്ങൾ മുന്നിലുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ ഏതാണ്ട് 7 കുറയ്ക്കണം എന്നുള്ള നിർദ്ദേശമായിരുന്നു ആദ്യഘട്ടത്തിൽ പരിഗണിച്ചിരുന്നത്. ഇതിന് അനുബന്ധമായിട്ടുള്ള നടപടികളും ചർച്ചകളും ഒക്കെ പൂർത്തിയാവുകയും സുരക്ഷാ സംവിധാനങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാവുകയും ഒക്കെ ചെയ്തിരുന്ന ഘട്ടത്തിലാണ് പുൽവാമ അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഈ സംഭവത്തെ തുടർന്ന് സൈനിക വിന്യാസവും അർദ്ധസൈനിക വിന്യാസവും അതിർത്തി മേഖലകളിലേക്ക് കൂടുതൽ നൽകേണ്ടി വന്നു എന്നുള്ള ഒരു കാരണത്താൽ ഈ ഘട്ടങ്ങളുടെ എണ്ണം 7 കുറയ്ക്കുന്ന നടപടികൾ അത് ബുദ്ധിമുട്ടാകും എന്നുള്ള ഒരു സാഹചര്യമാണ് പിന്നീട് കമ്മീഷന് മുന്നിൽ ഉണ്ടായത്. ഇതാണ് കഴിഞ്ഞ 2 ആഴ്ചകളായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചർച്ച ചെയ്ത് വന്നതും പരിശോധിച്ചു വന്നതും. ഇതിന് അനുബന്ധമായിട്ട് ഇന്നലെ രാത്രി ഏറെ വൈകിയും അർദ്ധസൈനിക വിഭാഗങ്ങളുമായിട്ടുള്ള ചർച്ചകൾ നടന്നിരുന്നു. ഈ ചർച്ചകളാണ് ഇന്നലെ പൂർത്തിയായത്. അതിന് അനുബന്ധമായിട്ട് ഇന്ന് രാവിലെ സമ്പൂർണ്ണ യോഗം നടന്നു. ആ ഒരു സാഹചര്യം നൽകുന്ന സൂചന തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം 9 അല്ലെങ്കിൽ 10 ഘട്ടങ്ങളിലായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ളത് തന്നെയാണ്. 10 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, ബീഹാർ ഈ 3 സംസ്ഥാനങ്ങളിലായിരിക്കും ഈ 10 ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ 9 ഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഘട്ടങ്ങളിലായിട്ട് വോട്ടെടുപ്പ് നടക്കുക. കഴിഞ്ഞ തവണ നമുക്ക് കഴിഞ്ഞ വർഷത്തെ 2014 ഘട്ടങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. കഴിഞ്ഞ തവണ 2014 9 ഘട്ടങ്ങളിലായിട്ട് നടന്നതിന്റെ ഒരു വലിയ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനാണിത്. 9 ഘട്ടങ്ങളിലായി നടക്കുമ്പോൾ ഏപ്രിൽ 7-ാം തീയതിയാണ് ആദ്യത്തെ പോൾ നടക്കുന്നത്. അന്ന് 6 സീറ്റുകളിൽ 2 സ്റ്റേറ്റുകൾ മാത്രമാണ് ഏപ്രിൽ 7-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോയത്. 2-ാം ഘട്ടം നടക്കുന്നത് ഏപ്രിൽ മാസം 5-ാം തീയതിയാണ്. ആ 2-ാം ഘട്ടത്തിൽ ഏകദേശം 6 സംസ്ഥാനങ്ങളോളം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. പക്ഷേ ഏറ്റവും നിർണായകമായത് ഇതിൽ 3-ാം ഘട്ടത്തിലാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. 3-ാം ഘട്ടം നടന്നത് ഏപ്രിൽ മാസം 10-ാം തീയതിയാണ്. ഏപ്രിൽ മാസം 10-ാം തീയതി തന്നെ അല്ലെങ്കിൽ ഈ 3-ാം ഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗുകൾ നടന്നതായിട്ട് സൂചിപ്പിക്കുന്നത്. ഈ കാണുന്ന കളർ കോമ്പിനേഷൻസ് സൂചിപ്പിക്കുന്നത് അതാണ്. 3-ാം ഘട്ടത്തിലാണ് കഴിഞ്ഞ തവണ 2014 ലോക്സഭയിലേക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത്. ആ 3-ാം ഘട്ടത്തിലാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ലോക്സഭാ സീറ്റുകളിലേക്കും തെരഞ്ഞെടുപ്പ് നടന്നത്. അത് ഏപ്രിൽ മാസം 10-ാം തീയതിയാണ്. രാധാകൃഷ്ണൻ, അങ്ങനെയാണെങ്കിൽ 10 ഘട്ടങ്ങളിലായിട്ടാണ് നിലവിലത്തെ രീതിയിൽ നിന്ന് അല്ലെങ്കിൽ ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ 3-ാമത്തെയോ 4-ാമത്തെയോ ഘട്ടമായിട്ടായിരിക്കും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയുണ്ടാവുക. കേരളം അടക്കമുള്ള ഒരുപക്ഷെ സോഫ്റ്റ് സ്റ്റേറ്റുകളിലൂടെ തിരഞ്ഞെടുപ്പായിരിക്കും അല്ലെങ്കിൽ ആ ദിവസമായിരിക്കും ഏറ്റവും കൂടുതൽ സീറ്റുകളിലേക്കുള്ള ഇലക്ഷൻ നടക്കാനുള്ള സാധ്യതയും കൂടുതൽ. ശരിയല്ലേ? നമുക്ക് കരുതാൻ. കാരണം കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തീയതിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നത് 2 ആഘോഷങ്ങളും കേരളത്തിൽ നടക്കുന്ന വാർഷിക പരീക്ഷകളുമായിരുന്നു. ഈ പരീക്ഷകളും ഈ ആഘോഷങ്ങൾ ഒന്ന് ഈസ്റ്ററും ഒപ്പം വിഷുവും, ഈ 2 പ്രധാന ആഘോഷങ്ങളും വാർഷിക പരീക്ഷകളും ഇതാണ് കണക്കിലെടുത്താണ് കേരളത്തിൽ ഒരു തീയതി പ്രഖ്യാപനം ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏപ്രിൽ 14-ന് മുമ്പ് തന്നെ കേരളത്തിൽ ആഘോഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കണം. ഇല്ലെങ്കിൽ അതിനുശേഷം മാത്രമായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. ഇപ്പോഴുള്ള ഒരു സാഹചര്യത്തിൽ ആദ്യഘട്ടം നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ 2-ാം ഘട്ടം വരെയുള്ള ഇടവേളകളിലോ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ 3-ാമത്തെ ഫേസിലുള്ള തിരഞ്ഞെടുപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് നടന്ന കേരളം അടക്കമുള്ള 91 ലോക്സഭാ സീറ്റുകളിലേക്ക് 14 സംസ്ഥാനങ്ങളിൽ 91 ലോക്സഭാ സീറ്റുകളിലേക്ക് നടന്നത് ഈ ഏപ്രിൽ മാസം 10-ാം തീയതിയാണ്. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഏപ്രിൽ 10 എന്നുള്ളത് ഒരുപക്ഷെ ഈ പ്രഖ്യാപിച്ച തീയതി ഒരു 4 ദിവസം മുന്നിലേക്ക് പോയി എന്നത് കണക്കാക്കുകയാണെങ്കിൽ ഇതേ ഫേസ് 9 ഫേസുകളിൽ തന്നെയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ ഏപ്രിൽ മാസം 10 എന്നുള്ളത് കേരളത്തിന്റെ തീയതി വരുമ്പോൾ ഏപ്രിൽ മാസം 12 മുതൽ 14 വരെ ആകാനുള്ള സാധ്യത കൂടുതലാണ്. ഒരുപക്ഷെ ഈ ദിവസങ്ങളിലാണ് അന്ന് ഏറ്റവും കൂടുതൽ ലോക്സഭയിലേക്കുള്ള സീറ്റുകൾ നടന്നതും 3-ാം ഘട്ടത്തിലാണ്. ഇതാണ് അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഇവിടെ കാണുന്നത്. 91 ലോക്സഭാ സീറ്റുകളിലേക്ക് 14 സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്ന ആ ഘട്ടത്തിൽ തന്നെയായിരുന്നു കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ വന്നത്. വളരെ പെട്ടെന്ന് 4-ാം ഘട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ 4-ാം ഘട്ടത്തിൽ സിക്കിമും ആസാമും ത്രിപുരയും ഗോവയും അടക്കമുള്ള സ്റ്റേറ്റുകൾ മാത്രമാണ് 4-ാം ഘട്ടത്തിലേക്ക് പോയത്. 7 കോൺസ്റ്റിറ്റ്യുവൻസികളിലേക്ക് മാത്രമായിരുന്നു 4-ാം ഘട്ടത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നത്. 5-ാം ഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ 12 സംസ്ഥാനങ്ങളിലായി 121 സീറ്റുകളിലാണ് മത്സരം നടന്നത്. വളരെ
വളരെ പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളായിരുന്നു. ഏപ്രിൽ 17-ാം തീയതി നടന്ന തിരഞ്ഞെടുപ്പ് ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, ഒഡീഷ, മണിപ്പൂർ, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, ജമ്മു കാശ്മീർ, രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര തുടങ്ങിയ കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കാണ് 5-ാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നത്. 6-ാം ഘട്ടത്തിലേക്ക് വന്നാൽ 117 സീറ്റുകൾ 12 സ്റ്റേറ്റുകളാണ്. ഇതിൽ ആസാമിൽ 6 സീറ്റുകൾ, വെസ്റ്റ് ബംഗാളിൽ 6, ബീഹാറിൽ 40-ലുള്ള 7 സീറ്റുകൾ, ഉത്തർപ്രദേശിൽ 80-ൽ 12 സീറ്റുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നു. ജമ്മു കാശ്മീരിൽ ഏറ്റവും കൂടുതൽ ഫേസുകളിൽ തിരഞ്ഞെടുപ്പ് നടന്നത്, ഏറ്റവും കൂടുതൽ സുരക്ഷാ പ്രശ്നമുണ്ടായിരുന്ന ജമ്മു കാശ്മീരിലാണ്. ഏകദേശം 4-5 ഘട്ടങ്ങളിലായിട്ടാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് നടന്നത്. മൊത്തം 6 സീറ്റുകൾ മാത്രമേ ജമ്മു കാശ്മീരിലുള്ളൂ. രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, തമിഴ്നാട് തുടങ്ങിയ സ്റ്റേറ്റുകളിലെ 117 സീറ്റുകളിലേക്ക് 6-ാമത്തെ ഫേസിൽ തിരഞ്ഞെടുപ്പ് നടന്നു. 7-ാമത്തെ ഫേസിലേക്ക് വരികയാണെങ്കിൽ 9 സംസ്ഥാനങ്ങളിലായി 89 സീറ്റുകളിൽ തിരഞ്ഞെടുപ്പ് നടന്നത് ഏപ്രിൽ മാസം 30-ാം തീയതിയാണ്. വളരെ പെട്ടെന്ന് നോക്കിയാൽ ആന്ധ്രാപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, ജമ്മു കാശ്മീർ, പഞ്ചാബ്, ഗുജറാത്ത്, ഡാമൻ ഡ്യൂ ആൻഡ് ദാദ്ര നഗർ ഹവേലി തുടങ്ങിയ സംസ്ഥാന പ്രദേശങ്ങളിലെ 89 സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത് 7-ാം ഘട്ടത്തിലാണ്. 8-ാം ഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ 7 സംസ്ഥാനങ്ങളിൽ 64 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ജമ്മു കാശ്മീരിൽ അവശേഷിക്കുന്ന 2 സീറ്റുകൾ, ഹിമാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സീറ്റുകൾ, മൊത്തം 64 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് മെയ് മാസം 7-ാം തീയതിയാണ്. അവസാനഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്നത് മെയ് മാസം 12-ാം തീയതി, 2014 മെയ് മാസം 12-ാം തീയതി 3 സംസ്ഥാനങ്ങളിൽ 41 സീറ്റുകളിലേക്കാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വെസ്റ്റ് ബംഗാൾ, ഉത്തർപ്രദേശ് ആൻഡ് ബീഹാർ. ഈ 3 സംസ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത് മെയ് മാസം 12-ാം തീയതിയാണ്. ബീഹാറിലെ 6 സീറ്റുകൾ, ഉത്തർപ്രദേശിൽ 80-ൽ അവശേഷിക്കുന്ന 18 സീറ്റുകൾ, വെസ്റ്റ് ബംഗാളിൽ അവശേഷിക്കുന്ന 42-ൽ 17 സീറ്റുകൾ എന്നിങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷം കഴിഞ്ഞ ലോക്സഭ 16-ാം ലോക്സഭയിലേക്ക് നടന്ന 9 ഘട്ടങ്ങളിലായിട്ടുള്ള തിരഞ്ഞെടുപ്പുകൾ. അതേ രീതിയാണ് നമ്മൾ പിന്തുടരുന്നതെങ്കിൽ ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരം ഇലക്ഷൻ കമ്മീഷൻ തീയതി പ്രഖ്യാപിക്കുമ്പോൾ കഴിഞ്ഞ തവണ ഏപ്രിൽ മാസം 7-ാം തീയതിയാണ് തിരഞ്ഞെടുപ്പ് തുടങ്ങിയതെങ്കിൽ ഇത്തവണ അത് ഏപ്രിൽ 12-ാം തീയതിയാകാനുള്ള സാധ്യത കൂടുതലാണ്. 9 ഘട്ടങ്ങളിലായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ അവസാനഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ തവണ മെയ് മാസം 12-ാം തീയതിയാണെങ്കിൽ മെയ് മാസം 15-ാം തീയതിയായിരിക്കും. കൗണ്ടിംഗ് കഴിഞ്ഞ വർഷം നടന്നത് മെയ് മാസം 16-ാം തീയതിയാണ്. ഇത്തവണയത് 20-ാം തീയതിയായി മാറാൻ സാധ്യതയുണ്ട്. ജൂൺ മാസം 3-ാം തീയതി വരെയാണ് ഈ 16-ാം ലോക്സഭയുടെ കാലാവധി എന്നുകൂടി അറിയിക്കട്ടെ. ഇന്ന് വൈകുന്നേരം നിർണായകമായ ആ തീരുമാനങ്ങളുണ്ടാവും. എത്ര ഘട്ടങ്ങളിലായി തിരഞ്ഞെടുപ്പ് നടക്കും എന്ന പ്രസ്താവനയും ഒരുപക്ഷെ ഇലക്ഷൻ കമ്മീഷൻ തള്ളും. ഒപ്പം തന്നെ ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഒഡീഷ, സിക്കിം എന്നീ സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കൂടി ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ തീയതികൾ കൂടി ഇന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യും. രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വളരെ പെട്ടെന്ന് മറ്റു ചില തിരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. സംസ്ഥാനത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ചിത്രം ഇതുവരെയും ആയിട്ടില്ല. ഈ പട്ടികയുമായി മുതിർന്ന നേതാക്കൾ ഇന്ന് ഡൽഹിക്ക് പോകുന്നുണ്ട്. രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി, KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവരാണ് ഡൽഹിക്ക് പോകുന്നത്. മുൻ KPCC പ്രസിഡന്റുമാരെയും VD സതീശനെയും പ്രത്യേകമായി ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. നാളെ സ്ക്രീനിംഗ് കമ്മിറ്റി ചേർന്ന് പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകി തെരഞ്ഞെടുപ്പ് സമിതിക്ക് കൈമാറും എന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന സൂചനകൾ. കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ബുധനാഴ്ചയോടെ ഡൽഹിയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സിറ്റിംഗ് സീറ്റുകളിലേക്ക് സംസ്ഥാന ഘടകം പാനൽ നൽകിയില്ല. മുതിർന്ന നേതാക്കൾ മത്സരിക്കുന്ന കാര്യത്തിലും ഹൈക്കമാൻഡ് തീരുമാനം നിർണായകമാകും. മത്സരിക്കാനില്ലെന്ന് ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളി രാമചന്ദ്രനും നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചാൽ ഇരുവരും മത്സരരംഗത്തുണ്ടാകും. സുബ്ബയ്യ റായിയുടെ പേരിനാണ് കാസർഗോഡ് പ്രഥമ പരിഗണന. AP അബ്ദുള്ളക്കുട്ടിയുടെ പേരും പട്ടികയിലുണ്ട്. കണ്ണൂരിൽ K സുധാകരന്റെ പേരിനാണ് മുൻതൂക്കം. MM ഹസൻ, T സിദ്ദിഖ്, ഷാനിമോൾ ഉസ്മാൻ എന്നിവരാണ് വയനാട്ടിൽ പരിഗണിക്കപ്പെടുന്നവർ. ചാലക്കുടിയിൽ UDF കൺവീനർ ബെന്നി ബെഹ്നാന്റെയും തൃശൂരിൽ VM സുധീറിന്റെയും പേരുകളാണ് പ്രധാനമായും പരിഗണിക്കുന്നത്. രണ്ടിടത്തും TN പ്രതാപന്റെ പേരും പട്ടികയിലുണ്ട്. രമ്യ ഹരിദാസ്, KA തുളസി, സുനിൽ ലാലൂർ എന്നിവരാണ് ആലത്തൂരിലെ പട്ടികയിൽ. പാലക്കാട്ട് VK ശ്രീകണ്ഠനും ആറ്റിങ്ങലിൽ അടൂർ പ്രകാശും പ്രഥമ പരിഗണനയിലുണ്ട്. എറണാകുളത്ത് KV തോമസിന് പുറമെ ഹൈബി ഈഡന്റെ പേരും പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിക്ക് പുറമെ PJ കുര്യൻ, ഉമ്മൻചാണ്ടി എന്നിവരുടെ പേരുകളും പട്ടികയിലുണ്ട്. ഉമ്മൻചാണ്ടിയുടെ പേര് ഇടുക്കിയിലും പരിഗണിക്കുന്നുണ്ട്. ഡീൻ കുര്യാക്കോസ്, ജോസഫ് വാഴക്കൻ എന്നിവരാണ് ഇടുക്കിയിലേക്ക് പരിഗണിക്കുന്ന മറ്റു പേരുകൾ. 24 തിരുവനന്തപുരം. തിരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുമെന്ന വാർത്ത നിഷേധിച്ച് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പാർട്ടി ആവശ്യപ്പെട്ടാൽ മാത്രം നിലവിലെ MLA-മാർ മത്സരിക്കും. കേൾക്കാം. അതൊന്നും ശരിയല്ല. ഞാൻ MLA അല്ലേ. MLA ആയി കഴിഞ്ഞാൽ ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് വളരെ ആവശ്യമായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ MLA-മാര്
മത്സരിക്കുന്നത് ആവശ്യമില്ല. അത് പിന്നെ കോൺഗ്രസിന്റെ ഇലക്ഷൻ കമ്മിറ്റി ഹൈക്കമാൻഡുമാണ് സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ആരെയൊക്കെ പരിഗണിക്കണമെന്നൊക്കെ തീരുമാനമെടുക്കുന്നതിനെ കുറിച്ച് എനിക്ക് കാര്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. കോട്ടയം സീറ്റ് കേരള കോൺഗ്രസിന് UDF നൽകിയിട്ടുള്ള സീറ്റാണ്. അവിടെ നല്ലൊരു സ്ഥാനാർത്ഥിയെ കേരള കോൺഗ്രസ് ജയിക്കുമെന്ന് ഞങ്ങൾ UDFന് ഉറപ്പുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കേരളത്തിലെ BJP സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിച്ചേക്കും. കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ളവരുടെ പട്ടികയാണ് പ്രഖ്യാപിക്കുക. അതേസമയം തുഷാർ വെള്ളാപ്പള്ളി ഡൽഹിയിലെത്തി BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായുമായി ചർച്ച നടത്തി. BJP ജനറൽ സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിവർത്തൻ യാത്രകൾ ഇന്ന് സമാപിക്കും. പിന്നാലെ നാളെ കോർ കമ്മിറ്റി ചേരും. മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ച കുമ്മനം രാജശേഖരൻ ചൊവ്വാഴ്ച കേരളത്തിൽ മടങ്ങിയെത്തുന്നതിനു മുമ്പായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനാണ് ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരം ലോക്സഭാ സ്ഥാനാർത്ഥിയായി കുമ്മനം വന്നിറങ്ങുക എന്നതാണ് പദ്ധതി. കുമ്മനത്തോടൊപ്പം മറ്റുള്ളവരുടെ കാര്യത്തിലും തീരുമാനമായേക്കും. എറണാകുളം BDJSന് പോയതിനാൽ എൻ രാധാകൃഷ്ണൻ ചാലക്കുടിയിലേക്കും ശോഭാ സുരേന്ദ്രൻ പാലക്കാടും MD രമേശ് കോഴിക്കോടും മത്സരിക്കും. K സുരേന്ദ്രന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളി ഡൽഹിയിലെത്തി BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായുമായി ചർച്ച നടത്തിയിരുന്നു. അമിത്ഷാ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് തുഷാർ ഡൽഹിയിൽ ചർച്ചയ്ക്കെത്തിയത്. തുഷാർ തൃശൂർ സീറ്റിൽ മത്സരിക്കുന്നത് സംബന്ധിച്ചായിരുന്നു ചർച്ച. കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തൃശൂരിൽ തുഷാർ തന്നെ മത്സരിക്കണമെന്ന ഉറച്ച നിലപാടാണ് അമിത്ഷായ്ക്കുള്ളത്. തുഷാർ അനുകൂലമായി പ്രതികരിച്ചതായാണ് വിവരം. ഒരുപക്ഷെ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നില്ലെങ്കിൽ മാത്രം തൃശൂരിൽ K സുരേന്ദ്രൻ രംഗത്തിറങ്ങും. അല്ലാത്ത പക്ഷം പത്തനംതിട്ടയാണ് സുരേന്ദ്രന് മുന്നിൽ അവശേഷിക്കുന്ന ഏക സീറ്റ്. S ശ്രീകാന്ത്, 24, കൊച്ചി. തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഇടതുമുന്നണി ഔദ്യോഗിക പ്രചരണം തുടങ്ങി. മണ്ഡലത്തിലെ പ്രമുഖരെ കണ്ടും വോട്ടർമാരെ നേരിൽ കണ്ടും വോട്ടുറപ്പിക്കുന്നതിന്റെ തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. സീറ്റ് വിഭജനം സംബന്ധിച്ച അസ്വാരസ്യങ്ങൾ മാറ്റി നിർത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാവുകയാണ് ഇടതുമുന്നണി. UDF NDA മുന്നണികൾക്ക് മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങാനായത് ഇടതു ക്യാമ്പിന് മുൻതൂക്കം നൽകുന്നു. 20 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഇപ്പോൾ പ്രഖ്യാപിച്ചത് കേരളത്തിലെ LDF ആണ്. മറ്റ് 2 മുന്നണികളും ആഭ്യന്തര സംഘർഷത്തിലും ആശയക്കുഴപ്പത്തിലും ചെന്നുപെട്ടിരിക്കുകയാണ്. ആദ്യ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വൈകിട്ട് പാലക്കാട് മണ്ഡലത്തിൽ നടക്കും. എതിർ സ്ഥാനാർത്ഥി ആരെന്നത് ഭയപ്പെടുത്തുന്നില്ലെന്ന് MP രാജേഷ്. എതിർ സ്ഥാനാർത്ഥി വരുന്ന സമയത്ത് ആരായാലും വരട്ടെ, അവരെല്ലാം വളരെ ബഹുമാനത്തോടു കൂടി. കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, എറണാകുളം, ആലപ്പുഴ, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ നാളെയാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ. കൂത്തുപറമ്പിലെ മുൻകാല നേതാക്കളുടെ വീട് സന്ദർശിച്ചാണ് വടകരയിലെ CPIM സ്ഥാനാർത്ഥി P ജയരാജൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. LJD നേതാക്കളടക്കം ജയരാജനൊപ്പം പ്രചാരണത്തിനിറങ്ങി. ഘടകകക്ഷികളുമായി അഭിപ്രായ ഭിന്നതയില്ലെന്ന് P ജയരാജൻ. LDF ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ രംഗത്ത് വരും. BJPയെ പുറത്താക്കാനുള്ള സമരത്തിൽ എല്ലാ ആളുകളും ഒന്നിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകും. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്ത് പാർട്ടി പരിപാടികൾക്കൊപ്പം ക്ഷേത്ര പൊങ്കാല ഉൾപ്പെടെ പൊതുജനങ്ങളെ നേരിൽ കണ്ട് വോട്ടു തേടാനുള്ള പരിപാടികളിൽ സജീവമാവുകയാണ് CPI സ്ഥാനാർത്ഥി C ദിവാകരൻ. കരുത്തരായ എതിരാളികൾ ഭീഷണിയല്ലെന്ന് ദിവാകരൻ പ്രതികരിച്ചു. 4ാമത്തെ തെരഞ്ഞെടുപ്പ് ഞാൻ തന്നെയാണ്. ഏതായാലും പാർലമെന്റിൽ ഞാൻ ആദ്യമാണ്. ഞാൻ കന്യായ്യപ്പനാണ്. എനിക്ക് മല കയറാൻ എല്ലാവരും കൂടി ഒന്ന് കൈവച്ചാൽ ഞാൻ കയറിയാൻ പോകും. മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയാകുന്നതോടെ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണവും ആരംഭിക്കും. നേരിട്ട് വോട്ടഭ്യർത്ഥിക്കുന്നതിനൊപ്പം സമൂഹ മാധ്യമങ്ങളെ അടക്കം ഉപയോഗിച്ചാണ് പ്രചാരണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി കൂടുതൽ തെരഞ്ഞെടുപ്പ് ചർച്ചകളും വിശകലനങ്ങളും ഉണ്ടാവും. ഇന്ന് രാത്രി പ്രത്യേക ബുള്ളറ്റിന് 8:30. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും 24.com സന്ദർശിക്കുക. ഈ ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു. ഇനി വാർത്തകൾ വിശദമായി പ്രവിധ ചെയ്യും. You are watching 24 from News Headquarters, Kochi.